മനം തിരിഞ്ഞു മടങ്ങി വന്ന അരികിൽ വന്ന ശ്വാസം പകരുമവൻ. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇന്നത്തെ ഗോസ്പൽ. യേശുവിനെ വധിക്കാനായിട്ട് ഫരിസേയർ ഗൂഢാലോചന നടത്തുകയാണ്. യേശു ഇത് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ യേശു രോഗശാന്തി നടത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളത് ആരോടും പരസ്യപ്പെടുത്തരുത്, അത് ഡേഞ്ചറാണ്. എന്നിട്ട് യേശു എന്ത് ചെയ്തു? അവിടെ നിന്ന് പിൻവാങ്ങി. ഇത് ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ്. കാരണം ഈ ഗോസ്പലിൻ്റെ അവസാനമൊക്കെ എത്തുമ്പോൾ നമുക്കറിയാമല്ലോ, ശത്രുക്കൾ ചുറ്റും വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ആരെ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ച് നസ്രായനെ യേശുവിനെ എന്ന് മറുപടി കിട്ടുമ്പോൾ അത് ഞാനാണെന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോയൊരു ക്രിസ്തു നമുക്കുണ്ടല്ലോ. യേശുവിൻ്റെ ഈ പതുങ്ങിയതിൻ്റെയും കുതിക്കുന്നതിൻ്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാവും. യേശുവിന് ഒരു സമയമുണ്ടായിരുന്നു. അതാണ് യേശുവിൻ്റെ പ്രത്യേകത. വളരെയധികം വിവേകപൂർവ്വമുള്ളത് കൊണ്ട് തന്നെ യേശുവിന് ഒരു കാര്യം അറിയാം: ചില സമയം പിൻവാങ്ങാനുള്ളതാണ്, ചില സമയം മുന്നിലോട്ട് പോകാനുള്ളതാണ്. പിൻവാങ്ങേണ്ട സമയത്ത് വളരെ ബോധപൂർവം ക്രിസ്തു പിൻവാങ്ങി. കാരണം ഇനിയും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ചെയ്തതിൻ്റെ പൂർത്തീകരണത്തിൽ മാത്രമേ പീഡാസഹനവും കുരിശുമരണവും നടക്കാവൂ. അങ്ങനെ അറിയാവുന്നത് കൊണ്ട് വിവേകത്തോടു കൂടി ക്രിസ്തു ചില ആപത്തുള്ള ഇടങ്ങളിൽ നിന്ന് പിൻവാങ്ങി. പ്രിയമുള്ളവരെ, നമ്മളും അങ്ങനെയാണ്. ചിലയിടങ്ങളിലൊക്കെ അത്ര ധൈര്യം കാണിക്കേണ്ടതല്ല. ഇനി കൂടുതൽ കുതിക്കാനായി ഒന്ന് പിന്നോട്ട് വലിയണം. അമ്പെയ്ത്ത് ശ്രദ്ധിച്ചിട്ടില്ലേ? എത്രമാത്രം അൻപെയ്ത്തിൽ പിന്നോട്ട് പോകുന്നു അത്രമാത്രം അത് മുന്നോട്ട് പോകും എന്ന് പറയുന്നത് പോലെ നമ്മൾ ചിലയിടങ്ങളിൽ നിന്ന് വിഡ്രോ ചെയ്യണം. നമ്മൾ വിഡ്രോ ചെയ്യുന്നത് അത് തോറ്റതിൻ്റെ സൈനല്ല. നമ്മൾ വിഡ്രോ ചെയ്യുന്നത് കുറച്ചും കൂടി മുന്നോട്ട് ധൈര്യപൂർവ്വം പോകാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അർഹിക്കുന്നില്ല, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും അർഹിക്കുന്നില്ല. ജീവിതത്തിൽ ചിലയിടങ്ങളിൽ മൗനം പാലിക്കാനും ചിലയിടങ്ങളിൽ തോറ്റു കൊടുക്കാനും തയ്യാറാകുന്നുണ്ടെങ്കിൽ പിന്നീട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനുള്ള ചില വഴികൾ തെളിഞ്ഞു കിട്ടും. ക്രിസ്തുവിൻ്റെ ചില പ്രൂഡൻസ് അങ്ങനെയായിരുന്നു. ആ ഒരു പ്രൂഡൻസ് നമുക്കുമുണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. ഞാനവൻ്റെ മുന്നിൽ താണിരുന്നപ്പോൾ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ, ഞാനവൻ്റെ മുന്നിൽ താണിരുന്നപ്പോൾ, എന്നെ മുറ്റുമായി സമർപ്പിച്ചപ്പോൾ, എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എൻ്റെ യേശുവല്ലാതാരുമില്ലല്ലോ. എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എൻ്റെ യേശുവല്ലാതാരുമില്ലല്ലോ. രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത, യേശുവിൻ്റെ ദാനമല്ലാതെന്തു യോഗ്യത. അല്പനേരത്തേക്കവൻ എന്നെ മറന്നാൽ
ക്രോധത്തോടെ തന്റെ മുഖം തിരിച്ച അല്പനേരത്തേക്കവൻ എന്നെ മറന്ന ക്രോധത്തോടെ തന്റെ മുഖം തിരിച്ച മനം തിരിഞ്ഞു മടങ്ങി വന്ന അരികെ വന്ന ശ്വാസം പകരുമവൻ മനം തിരിഞ്ഞു മടങ്ങി വന്ന അരികെ വന്ന ശ്വാസം പകരുമവൻ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത യേശുനാഥന്റെ വരവടുത്തു പോയി മാനസാന്തരത്തിന്റെ സമയമായി യേശുനാഥന്റെ വരവടുത്തു പോയി മാനസാന്തരത്തിന്റെ സമയമായി നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ നമുക്ക് പോകാം യേശുനാഥന്റെ കൂടെ ധൈര്യത്തോടെ നിൽക്കാം ന്യായാസനത്തിൽ രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ മോശയുടെ ദൈവം സൗഖ്യമേകുന്നു അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ മോശയുടെ ദൈവം സൗഖ്യമേകുന്നു ദാനിയേലിൻ ദൈവം വാക്കുമാറാത്തോ ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും ദാനിയേലിൻ ദൈവം വാക്കുമാറാത്തോ ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത എന്തു യോഗ്യത എനിക്കെന്തു യോഗ്യത യേശുവിന്റെ ദാനമല്ല